Are you a toxic Real Madrid fan? I am a Real Madrid fan, but not toxic. എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയത്? കാരണം ഒരുപാട് റിയൽ മാഡ്രിഡ് ഫാൻസ്, ഒരുപാടല്ല കുറച്ച് റിയൽ മാഡ്രിഡ് ഫാൻസ് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റോഡ്രിയെ ബാർസലോണ സ്വന്തമാക്കിയത് ഭയങ്കര ആഘോഷിക്കുന്ന രീതിയിൽ, അതായത് ബാർസലോണക്ക് അങ്ങനെ തന്നെ വേണം, റോഡ്രിക്ക് 70 മില്യൺ കൊടുത്തത് മണ്ടത്തരമായി പോയി, റോഡ്രി 30 വയസ്സ് കഴിഞ്ഞ പ്ലെയർ ആണ്, 70 മില്യൺ കൊടുക്കാൻ നിങ്ങൾക്ക് വട്ടുണ്ടോ, നിങ്ങൾ ചെയ്ത മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് വെറും ടോക്സിക് മാഡ്രിഡ് ഫാൻസ് ആണ് അങ്ങനെ പറയുക. ബാർസ റോഡ്രി എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അവിടെ റോഡ്രി ആരാണ്? 30 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ റോഡ്രി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ടൂർണമെന്റ് ആയ വേൾഡ് കപ്പിൽ അത്രയും മികച്ച കളിക്കാരുണ്ടായിട്ടും ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഗോൾഡൻ ബോൾ നേടിയത്, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാ? റോഡ്രി. ആ റോഡ്രിയാണ് ബാർസലോണ 70 മില്യൺ സ്വന്തമാക്കിയത്. അവിടെ ഏജ് ഒന്നും ഒരു വിഷയമല്ലടാ. പ്ലെയർ അപ്പോഴും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഏജ്? അപ്പോ ബാർസലോണ റോഡ്രിയെ സ്വന്തമാക്കിയത് കിഡിലൻ മൂവ് തന്നെയാണ്. ഇതിപ്പോ ബാറ്ററിയുടെ സ്വന്തമാക്കിയെങ്കിൽ നമ്മൾ പറയല്ലോ 70 മില്യൺ അല്ല 100 മില്യൺ കൊടുത്താലും നമ്മൾ റോഡ്രിയെ എടുക്കും. കാരണം റോഡ്രി വേൾഡ് കപ്പ് വിന്നറാണ്, നമുക്ക് അങ്ങനത്തെ പ്ലെയറും ആണെന്ന്. ഇതിപ്പോ നമ്മുടെ റൈവൽറി ടീം എടുത്തപ്പോ നേരെ ഇളിഞ്ഞിട്ടുള്ള വർത്താനാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആ ടോക്സിക് മാഡ്രിഡ് ഫാനിലുള്ളതാണ്. റോഡ്രിയെ ബാർസ കൊണ്ടുപോയത് അംഗീകരിക്കണം, അത് കിഡിലൻ മൂവ് തന്നെയാണ്. പിന്നെ ബാർസക്ക് റോഡ്രി മാത്രം മതിയോ എന്നൊരു ചോദ്യം ഉണ്ടാകും, നമുക്ക് അടുത്തേക്ക് സംസാരിക്കാം.